ഹായ് ഓൾ, വെൽക്കം ടു ദി ചാനൽ. ഈ ചാനലിൽ ഞാൻ മോട്ടോർ സ്പോർട്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട് വീഡിയോ ചെയ്യാറുള്ളത്. Formula 1, എൻഡുറൻസ്, വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പ്, MotoGP അതുപോലുള്ള മോട്ടോർ സ്പോർട്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട് വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ NLS, അതായത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എൻഡുറൻസ് റേസിംഗ് തന്നെയാണ്, ജർമ്മനിയിൽ നടക്കുന്നതാണ്. അപ്പോൾ NLS എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നർബർഗ്രിംഗ് ലാങ്സ്ട്രക്കൻ സീരീസ് എന്നാണ്. അതാണ് NLS എന്ന് പറയുന്നത്. അപ്പോൾ ഈ NLSനെ കുറിച്ച് ഞാൻ കേട്ടത് മാക്സ് വെർസ്റ്റാപ്പിനെ അതിനകത്ത് റേസ് ചെയ്തപ്പോഴാണ്. നിങ്ങൾ പലരും നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഈ വീഡിയോയിൽ NLS എന്താണെന്നും അതിനകത്ത് എങ്ങനെയാണ് എൻ്റെ റേസ് കണ്ടക്ട് ചെയ്യുന്നതെന്നും അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒട്ടും സമയം കളയുന്നില്ല, ലെറ്റ്സ് ഗോ സ്ട്രൈറ്റ് ടു ദ വീഡിയോ. അപ്പോൾ NLSനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എൻഡുറൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ എൻഡുറൻസ് റേസിംഗ് എന്താണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ എൻഡുറൻസിനെ കുറിച്ച് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എൻഡുറൻസ് മീൻസ് ഈസ് എ എക്സ്ട്രീം ഫോം ഓഫ് റേസിംഗ് ആണ്. എന്ന് വെച്ചാൽ ഈ Formula 1 അല്ലെങ്കിൽ ഈ ഓപ്പൺ വീൽ റേസസ് ഒക്കെ നടക്കുന്ന 1-2 മണിക്കൂറാണ്. അപ്പോൾ ഈ എൻഡുറൻസിന്റെ ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 24 hours. ഈ 24 hours ലെമാൻസ്, 24 hours ഡെയ്റ്റോണ എന്നൊക്കെ ഉണ്ട്. അതൊക്കെ എ ഫോം ഓഫ് എൻഡുറൻസ് റേസിംഗ് ആണ്. അപ്പോൾ എൻഡുറൻസ് റേസിംഗിൽ ഡ്രൈവേഴ്സിന്റെ ലിമിറ്റ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് എൻഡുറൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഡ്രൈവേഴ്സിന്റെ, കാർസിന്റെ, ടീം മെക്കാനിക്സിന്റെ അവരുടെ എൻഡുറൻസ്, ക്ഷമ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, അവരുടെ ഹെൽത്ത്, എവറി ആസ്പെക്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മോട്ടോർ സ്പോർട്സാണ് ഈ എൻഡുറൻസ് റേസിംഗ് എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഫോർമുലകളിൽ അല്ലെങ്കിൽ ഫോർമുല ഇ അല്ലെങ്കിൽ സൂപ്പർ ഫോർമുല പോലെയുള്ള ഓപ്പൺ വീൽ റേസസ് നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു 1 or 2 hours ഒക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ലോങ് റേസാണ്. ലോങ് ഡ്യൂറേഷനിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഡ്രൈവേഴ്സിന് ഫറ്റീഗ് ഉണ്ടാകും. അവർക്ക് ആ ഒരു മടുപ്പ് തോന്നാം. അതായത് ഇത്ര മണിക്കൂർ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അവരുടെ ബോഡി വീക്കാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു എൻഡുറൻസ് ടീമിൽ 4 ഡ്രൈവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഓരോ ഷിഫ്റ്റ് വെച്ചിട്ട് റൺ ചെയ്യാനായിട്ട്. പിന്നെ എൻഡുറൻസും ഈ Formula 1 പോലെ ഓപ്പൺ വീൽ റേസിംഗിന്റെ ഒരു സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ 2 റേസസ് നടക്കുന്നത് സർക്യൂട്ട്സിലാണ്, ടാർമാക്കിലാണ്, അതായത് ക്ലോസ്ഡ് സർക്യൂട്ട്സിലാണ് റേസസ് എല്ലാം നടക്കുന്നത്. പക്ഷേ എൻഡുറൻസിന്റെ കേസിൽ സർക്യൂട്ട്സിന് ഇച്ചിലൂടെ ലെങ്ത് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വരാവുന്ന ഒരു സംശയമാണ്, അതായത് ഇപ്പോൾ Formula 1 പങ്കെടുക്കുന്ന ഒരു ഡ്രൈവർ എങ്ങനെയാണ് NLSനോ അല്ലെങ്കിൽ എൻഡുറൻസിനോ റാലിയിലോ ഒക്കെ പോയി പങ്കെടുക്കുന്നത്? അത് മോസ്റ്റ് കോമൺലി എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നടത്തുന്നത് FIA ആണ്. അപ്പോൾ ഈ FIAയുടെ ലൈസൻസ് ഉള്ള ഏതൊരു ഡ്രൈവറിനും ഇതിൽ ഏത് മോട്ടോർ സ്പോർട്സിലും പങ്കെടുക്കാൻ പറ്റും. സോ ഇത്രയും പറഞ്ഞൊരു ഇൻട്രഡക്ഷൻ പോലെയായിരുന്നു. ഇനി നമുക്ക് NLSലേക്ക് വരാം. അപ്പോൾ ഈ ഒരു റേസ് നടക്കുന്നത് ജർമ്മനിയിലെ നർബർഗ്രിംഗ് നോർഡ്ഷ്ലൈഫ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിലാണ്. അത് സ്റ്റാർട്ട് ചെയ്തത് 1977-ലാണ്. അപ്പോൾ ഇത് വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള വെതർ കണ്ടീഷൻസും റേസ് ട്രാക്ക് കണ്ടീഷൻസും ഉള്ള ഒരു സർക്യൂട്ടാണ് ഇത്. NLS നടക്കുന്ന ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 24.564 കിലോമീറ്റേഴ്സ് ആണ്. പിന്നെ NLS നടക്കുന്ന ഈ സർക്യൂട്ടിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ Formula 1 ചെയ്യുന്ന പോലെ സേഫ്റ്റി കാർസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അവർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെർട്ടൻ ഏരിയാസ് ഉണ്ട്. ഒരു 60 km/h സ്പീഡിനുള്ളിൽ മാത്രം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സെർട്ടൻ സോൺസ് ഉണ്ട്. അപ്പോൾ ഈ കോഡ് 60 സോണിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ റേസിനിടയിൽ ഒരു പർട്ടിക്കുലർ സോണിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി, അതിനുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഡെബ്രി ആ ട്രാക്കിന് മുഴുവൻ സ്പ്രെഡായി കിടക്കും. അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ടുള്ള കാറുകളും ഒരു റേസ് ട്രാക്കിൽ തന്നെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് മാർഷൽസിന് വന്ന് അല്ലെങ്കിൽ റിക്കവറി വെഹിക്കിൾസിന് വന്ന് ഈ കാറിനെ കൊണ്ടുപോകാനുള്ള ഒരു സമയം വേണമല്ലോ. അപ്പോൾ ഈ Formula 1 അല്ലെങ്കിൽ ഓപ്പൺ വീൽ റേസസിന്റെ ഒരു കേസിലാണെങ്കിൽ സേഫ്റ്റി കാർ വന്നിട്ട് സേഫ്റ്റി കാർ മുമ്പിൽ പോകും. പിന്നെ ബാക്കി എല്ലാ കാറുകളും ഒരു ലിമിറ്റഡ് സ്പീഡിനുള്ളിൽ ഈ സേഫ്റ്റി കാറിനെ ഫോളോ ചെയ്ത് പോവാണ് പതിവ്. പക്ഷേ ഈ ഒരു NLS നടക്കുന്ന സർക്യൂട്ട് ഭയങ്കര ലെങ്ത് ഉള്ളതായതുകൊണ്ട് ഈ സേഫ്റ്റി കാർ കൊണ്ടുവരുന്ന അത്ര പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഈ ഒരു കോഡ് 60 എന്ന് പറയുന്ന ഒരു സോൺ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു സോണിൽ എത്തിക്കഴിഞ്ഞാൽ കാറുകളെല്ലാം ഒരു 60 km ബിലോ സ്പീഡിൽ പോവുകയും വേണം. ആ സമയം കൊണ്ട് എവിടെയാണോ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് അവിടെ മാർഷൽസ് വന്ന് അത് ക്ലിയർ ചെയ്യുകയും ചെയ്യും. FIAയുടെ സ്പെക്കിനകത്ത് വരുന്ന ടൈപ്പ് ഓഫ് GT3s ആണ്. അതായത് Porsche 911 GT3, Audi R8 LMS, BMW M4, പിന്നെ ലാംബോർഗിനി ഉർഗൻ GT3. പിന്നെ അടുത്തുള്ളൊരു ക്ലാസ് എന്ന് പറയുന്നത് SP10 അല്ലെങ്കിൽ GT4. അപ്പോൾ ഇതിൽ വരുന്ന കാർസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BMW M4 EVO GT4, ആസ്റ്റൺ മാർട്ടിൻ വാൻറ്റേജ് GT4. പിന്നെ അടുത്ത് വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് കപ്പ് ക്ലാസസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനകത്താണ് ഈ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ വരുന്നത്. അതിലാണ് Porsche 718 Caymanനും BMW M2 സീരീസ് ഒക്കെ വരുന്നത് ഈ ഒരു ക്ലാസ്സിലാണ്. പിന്നെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് SPXും SP Proയും ആണ്. ഇതെന്ന് പറയുന്നത് ഹൈ എൻഡ് മോഡിഫൈഡ് വെഹിക്കിൾസ് ആയിരിക്കും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ NLS 24 hours 12 hours. അപ്പം കഴിഞ്ഞ മാസത്തിൽ, അതായത് ഈയിടെ
മാക്സ് വെർസ്റ്റാപ്പൻ പങ്കെടുത്തില്ല. അത് 12 അവേഴ്സിന്റെ ആയിരുന്നു. ഇനി മെയില് 24 അവേഴ്സിന്റെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു SPX ടൈപ്പ് ഓഫ് ക്ലാസ് കാർസ് ഇല്ലേ, അത് ഈ മെയിൻലി വരുന്നത് ഈ 24 അവേഴ്സിലാണ്. പിന്നെ വരുന്ന അടുത്തൊരു ക്ലാസ് ആണ് TCR ക്ലാസ് എന്ന് പറയും. ഇത് ഈ FIA ഹോമോലോഗേറ്റഡ് കാർസ് ആണ്. പിന്നെ അടുത്തൊരു ക്ലാസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് H ആണ്. ഇത് ഈ 2013 മുമ്പ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കാർസിന്റെ ഒരു ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് മിക്ക മോട്ടോർ സ്പോർട്സ് ഇവന്റ്സിലും ഉണ്ട്. അതായത് ഡക്കാർ റാലിയിലുണ്ടായിരുന്നു, ഡക്കാർ റാലിയിലുണ്ട്, എൻഡുറൻസിലുണ്ട്, റാലിയിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പഴയ ക്ലാസിക് കാർസിന് ഉള്ളൊരു ക്ലാസ് ആണ്. ഇനി ഈ റേസസിനെ ഭയങ്കര എക്സൈറ്റിംഗ് ആകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് ഇരിക്കുന്ന ഒരു ജിയോ ലൊക്കേഷൻ ആണ്. കാരണം ഇതിരിക്കുന്നത് ഈ ഐഫൽ മൗണ്ടെയിൻസ് എന്നൊക്കെ പറയും. അത് അതിൻ്റെ ഒരു റീജിയനിലാണ് ഈ ഒരു സർക്യൂട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ സമയത്ത് മഴ പെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമുക്കറിയാലോ, ഈ ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാകുമ്പോൾ കാറിൻ്റെ പെർഫോമൻസ് അതിനനുസരിച്ചിട്ട് ചേഞ്ച് ആവും. അതുപോലെ ഈ മോട്ടോർ സ്പോർട്സിന്റെ നീഡ്സിനായിട്ട് ട്യൂൺ ചെയ്തിട്ടുള്ള കാറുകൾ ഹൈലി സെൻസിറ്റീവ് ടു വെതറാണ്. പിന്നെ ഒരു NFL റേസിന്റെ വേറൊരു പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രൈവേഴ്സും പിന്നെ അമേച്ചേഴ്സും തമ്മിലായിരിക്കും ഒരു റേസ് ഉണ്ടായിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടത്. ഈ കഴിഞ്ഞിടെ നടന്ന NFL മാക്സ് വെർസ്റ്റാപ്പനാണ് P1 വന്നത്, വിൻ ചെയ്തത്. അതും 1 മിനിറ്റ് ഗ്യാപ്പിൽ. അതായത് മാക്സ് വെർസ്റ്റാപ്പൻ ഫിനിഷ് ലൈൻ കടന്നു കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡിലുള്ള ആൾ ഫിനിഷ് ലൈൻ കടന്നത്. അപ്പോൾ അത്രയും അമേച്ചർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇവന്റ് ആണ് ഈ NFL എന്ന് പറയുന്നത്. പക്ഷെ മാക്സ് വെർസ്റ്റാപ്പൻ ആ ഒരു വിന്ന് കൊടുത്തില്ല. കാരണം ഇതിനകത്ത് ഈ ഒരു NFL ഒരു റൂൾ ഉണ്ട്. അതായത് ഇവിടെ ഇപ്പം ഒരു ടീമിന് ഒരു സർട്ടൻ സെറ്റ് ഓഫ് പ്ലെയേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് 6 എണ്ണമാണ്. പക്ഷെ മാക്സ് വെർസ്റ്റാപ്പന്റെ ടീം 7 സെറ്റ് ഓഫ് പ്ലെയേഴ്സ് ഉപയോഗിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് മാക്സ് വെർസ്റ്റാപ്പന് ആ ഒരു വിന്ന് കൊടുത്തില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ NLS. NLSനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം എല്ലാവരും ഈ ഫോർമുല 1 അല്ലെങ്കിൽ ഈ ഓപ്പൺ വീൽ റേസസ് മാത്രം കാണാതെ ഇതുപോലുള്ള ക്ലോസ്ഡ് വീൽ എൻഡുറൻസ് ആയിക്കോട്ടെ, NLS ആയിക്കോട്ടെ, അല്ലെങ്കിൽ റാലി, MotoGP ഇതൊക്കെ കാണണം. ഈ ഫോർമുല 1 എന്താ ഒരു 1 or 2 അവേഴ്സ് ഒക്കെ ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് 24 അവേഴ്സ് സ്ട്രേറ്റ് അല്ലെ 12 അവേഴ്സ് സ്ട്രേറ്റ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ നടക്കുന്ന ടൈപ്പ് ഓഫ് റേസസ് ആണ്. അതിൽ ചിലരെങ്കിലും ഈ റേസസ് ഒക്കെ കാണുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.